എന്തോ കേട്ടില്ല. എന്റെ ഡി സിക്കകത്തിരുന്നവർ സംസാരിക്കുന്നത് കൊണ്ടാ മ്യൂട്ടാക്കിയേ. നല്ലത് അണ്ണന്റെ അടുത്ത് വരുന്നോണ്ടല്ല. ആ, ഓക്കെ 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 ഓക്കെ. ഉം. അൺമ്യൂട്ട് ആക്കിയപ്പോ, ആ, ചെയ്തു കാരണം ചെയ്തു. എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞാലേ അത് ആ കാര്യം മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ചെയ്തു അണ്ണ, അതുകൊണ്ട് ഞാൻ എന്റെ ഡി നമ്മളിത് സിയിലിരിക്കുന്നതുകൊണ്ട്. വെറുതെ ഓഫ്ലൈനിൽ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സോൾവ് ആക്കി ഇതാക്കി എന്നുള്ളൊരു ടോക്ക് പിന്നെ ആവും. ഇല്ല ഇല്ല, ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നോണ്ടാ ഇതാക്കിയത്. കാരണം ഡിസ്കോഡ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചോണ്ടിരിക്കായിരുന്നു, അതാ മ്യൂട്ടാക്കിയത്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഡയന, ഇതിപ്പോ ഇതിപ്പോ എന്താ പ്രശ്നം ഇപ്പൊ ഞാൻ ഡയനയുടെ അടുത്ത് പറയാൻ പോണ കാര്യങ്ങൾ ഡയനക്ക് ഇത് മനസ്സിലാവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിത് വളരെ ഇതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാനിപ്പോ ലൈവിൽ പറഞ്ഞത്. അല്ല ഡയനയുടെ അടുത്ത് ഞാൻ മോശമായിട്ടുള്ള, എനിക്ക് ഡയനെ ഈ ലൈവിൽ ഇത് ഇപ്പൊ ഉള്ള സെനാറിയോക്കൊക്കെ മാസങ്ങൾക്ക് മുമ്പേ അറിയാം. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാ. ഉം. അതൊക്കെ നിനക്കും അറിയാം, എനിക്കും അറിയാവുന്ന കാര്യങ്ങളാ. ഉം. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് കീരിയുടെ ഇഷ്യൂ വന്നപ്പോ പോലും ഉണ്ടായിരുന്ന ആ ഒരു ഹേറ്റും ഉള്ള സാധനങ്ങളൊക്കെ വന്നപ്പോ പോലും നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ച കാര്യങ്ങളാ. ഉം. ഞാൻ പറയണ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നീ എല്ലാം റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെന്ന് നീ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഉം. MRCയുടെ വീഡിയോ വന്നാലും ടിവിയുടെ വീഡിയോ വന്നാലും KVയുടെ വീഡിയോ വന്നാലും നിന്റെ ഇഷ്ടമാണ് അത് എങ്ങനെ പറയണം എങ്ങനെ പറയണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിന്റെ ഇഷ്ടമാണ്. അതില് അഭിപ്രായം പറയാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഈ MRCയിലെ കുറച്ച് മെമ്പേഴ്സ് ആയിട്ട് ഞങ്ങൾ ഒത്തുപോകത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അതായത് ചില ഇങ്ങനത്തെ കുറെ പാസ്റ്റിലെ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ട്, അത് നീ ഈ RP കമ്മ്യൂണിറ്റിയിലോട്ടൊക്കെ വരുന്നതിനൊക്കെ ഒരുപാട് നാൾക്ക് മുമ്പ് സംഭവിച്ച കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഉം. ആ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഈ റീസെന്റ് ഡയന എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത്. അതായത് മറ്റേ ഫാൽക്കന്റെ ഒരു ക്ലിപ്പിനകത്ത് ഒരു സിനിമാറ്റിക്സ് നമ്മളെ എന്നെ ഇങ്ങനെ താഴെയിട്ട് അഴിപ്പിക്കുന്ന ഒരു സിനിമാറ്റിക്സ് കണ്ട് റിയാക്ട് ചെയ്തത്. അത് ഒരുപാട് നാൾക്ക് മുമ്പ് നടന്ന സംഭവം, ഒന്നാമത്തെ കാര്യം. ഉം. അപ്പൊ അവനിപ്പോ കറന്റ് MRCയില. അപ്പൊ MRCയുടെ സൈഡിൽ നിന്ന് ഓഡിയൻസ് അത് ഉറപ്പായിട്ടും അവിടെ കൊണ്ടിടും. അത് നീ കാരണം MRCയുടെ ക്ലിപ്സും കാണാറുണ്ട്, നീ ടിവിയുടെ ക്ലിപ്സും കാണാറുണ്ട്. ഉം. അപ്പൊ ഉറപ്പായിട്ടും അത് അവര് കൊണ്ടിടും. അത് കാണുന്നതും കാണാതിരിക്കുന്നതും ഒക്കെ നിന്റെ ഇഷ്ടമാണ്. അതിന്റെ കൂടെ തന്നെ നിനക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. MRC വേഴ്സസ് TV ഇത്രയും ഒരു സിറ്റുവേഷൻ ട്രിഗർ ആയിട്ടിരിക്കുന്നത് കൊണ്ട് നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വ്യൂവേഴ്സ് ഒരുപാട് പേരുണ്ട്. ഈ രണ്ട് സൈഡിലെ വ്യൂവേഴ്സ് ഒരുപാട് പേരുള്ളത് കൊണ്ട് ഈ പറയണത് പോലെ അവര് ഒരാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് സെൻസിറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യും. നീ എന്തെങ്കിലും നിനക്ക് പറയാനുള്ള റൈറ്റ് ഉള്ളത് പോലെ അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എതിരെയോ, അല്ലെങ്കിൽ അത് അത്രയും നാള് നീ ഇപ്പൊ ടിവിയുടെ എല്ലാ ക്ലിപ്സുകളും നീ അത്രയും എക്സൈറ്റഡ് ആയിട്ടും അത്രയും ഇതായിട്ടും ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നതും അതിനുള്ള റെസ്പോൺസ് നിന്റെ സൈഡിൽ കൂടെ ലൈവ് POV ത്രൂ ബാക്കിയുള്ളവർ കണ്ടതും എല്ലാം അങ്ങനെ തന്നെയാ. ഉം. അപ്പൊ അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം TVക്ക് എതിരെയുള്ള ഒരു വീഡിയോ കൊണ്ടുവന്ന് MRCയുടെ അതിനകത്ത് ഇടുമ്പോൾ അത് നീ റിയാക്ട് ചെയ്യുമ്പോൾ അത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വന്നതിൽ കുറച്ച് പേര് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു മൊമെന്റില് TVയുടെ ഓഡിയൻസ് ആണെന്നുള്ള രീതിയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം നിന്റെ അകത്ത് വന്ന് നിന്നെ ട്രിഗർ ചെയ്യുന്ന പോലെ കമന്റ് ചെയ്യുന്നുണ്ട്. ഉം. അതിന്റെ അർത്ഥം അതല്ല TV ഓഡിയൻസ് ആണെന്നല്ല. ഉം. ആ ഉം. ഒരു കാര്യം കൂടെ ഡയന മനസ്സിലാക്കണം. ഈ രണ്ട് സൈഡിൽ ഓഡിയൻസ് ഉള്ളതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് തമ്മിലടിപ്പിക്കാനും തമ്മിൽ തല്ലിക്കാനും വേണ്ടിയിട്ട് കുറെ എണ്ണം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് 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 മനസ്സിലാക്കാൻ നമ്മളും കൂടെ ഒരു ഇത് കാണിക്കണം. അതിന്റെ കൂടെ വേറൊരു കാര്യം പറയാന്ന് പറഞ്ഞാൽ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ TJക്കകത്ത് ഉണ്ടാവാം, ചിലപ്പോൾ വേറെ ഏതൊക്കെ ഗ്യാങ്ങിൽ വേണേലും ഉണ്ടാവാം. അപ്പൊ നീ സിറ്റിസൺ RP കളിക്കുന്ന ഒരാളാണ്. അപ്പൊ ഗ്യാങ് RP കണ്ടുവരുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഗ്യാങ്ങിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നീ എടുക്കണമായിരുന്നോ എന്ന് TJയുടെ പേര് നീ എടുത്ത് ചോദിച്ചപ്പം TV സിറ്റുവേഷൻ എടുക്കുന്നത് TVയുടെ ഇഷ്ടമല്ലേ, അല്ലാതെ വേറൊരാളുടെ അഭിപ്രായം കൺസിഡർ ചെയ്താണോ എന്നുള്ള അവരുടെ റിട്ടേൺ ആയിട്ടുള്ള മറുപടിയാണ് നിന്റെ അടുത്ത് പറഞ്ഞത്. നീ പറഞ്ഞ ഡിസിഷൻ പോലെ തന്നെയുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് കണ്ടപ്പം TVയിലുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള കുറെ പേർക്ക്, കാരണം നിന്റെയൊക്കെ കൂടെ അത്രയും എന്നേക്കാൾ മുമ്പേ നീ പരിചയപ്പെട്ടത് ഈ പറയുന്ന കണ്ണാപ്പിയുടെ ഒക്കെ കൂടെ തന്നെയാ. അല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഡയന നിനക്ക്. നീ നീ തന്നെ അവരുടെയൊക്കെ കൂടെ എന്തോരം RP ചെയ്തിട്ടുണ്ട്. ഉം. ഞാൻ അത് കഴിഞ്ഞിട്ട് പോലാണ് നിന്നെ പരിചയപ്പെടുന്നത്. ഉം. അപ്പൊ നിന്നെ പറ്റി നിന്റെ കൂടെ ആർപ്പിയും ചെയ്ത് നിന്നെ കൂടെ നല്ലതായിട്ട് തന്നെ നിന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം നെഗറ്റീവ് പറയണം എന്നുണ്ടെങ്കിൽ അത് അവർക്ക് അത് ഫീൽ ബാഡ് ആയോണ്ടല്ലേ. അത് നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞു, അവളുടെ ഇഷ്ടമാണത്, അവരുടെ കാര്യമാണത് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ ഇപ്പം നീ അങ്ങനത്തെ ഒരു സാധനത്തെ പറ്റി പറയുമ്പോൾ ഇത് ഇത്രയും മറ്റേ കുറച്ച് ദിവസമായിട്ട് കോൺട്രവേഴ്സി അങ്ങനെ ആയിട്ട് നിൽക്കുമ്പോ ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു സൈഡിലുള്ള ആളെ താറ്റി പറയാനും വേണ്ടിയിട്ട് കുറെ പേരുണ്ടാവും. അത് തന്നെയാണ് അത് നിന്നെ ട്രിഗർ ആക്കി നിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം കൂടെ നോക്കുന്ന എല്ലാ സൈഡിലെ ഓഡിയൻസ് ഉണ്ട്. ഞാൻ ഒരു പർട്ടിക്കുലർ സൈഡ് മാത്രം ഞാൻ എന്തായാലും പറയത്തില്ല. കാരണം ഇവർ തന്നെയാണ് വന്നിട്ട് എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്ന്ന് പറയുന്നത്. എന്നിട്ട് റിയാക്ട് ചെയ്തതിന് ഇവർ പറയും എന്തിനാ ചെയ്തതെന്ന്.
ഇവര് തന്നെയാ എല്ലാരും പറയുന്നത്, ഈ ഓഡിയൻസ്. ഞാൻ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇവരെന്ന് പറയണതിൽ രണ്ടുപേരെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഡയന, അത് മനസ്സിലാക്ക്. കാരണം നീ തന്നെ പറയുന്നുണ്ട് നീ ഒരു റിയാക്ഷൻ സ്ട്രീമർ ആണെന്ന്. അപ്പം MRCയുടെ വീഡിയോസും അല്ലെങ്കിൽ ടിവിയുടെ വീഡിയോസും മിക്സ് ആയിട്ടല്ലേ നിന്റെ അകത്ത് വരുന്നേ. അപ്പം MRCയുടെ ഓഡിയൻസ് ടിവിയുടെ വീഡിയോ വരുമ്പോ ഇറങ്ങിപ്പോവില്ല, അതേപോലെ തിരിച്ച് അവരും അങ്ങനെ ഇറങ്ങിപ്പോവില്ല. അവരിത് കാണാൻ നിൽക്കും. ചില ആൾക്കാർ വേണ്ടെന്ന് പറയും, ചില ആൾക്കാർ ഇതാക്കി പറയും. അല്ലാതെ ഈ പറയണത് പോലെ എന്താ കാണാൻ പറയുന്ന ആൾക്കാർ ചിലപ്പം ഒന്നുകിൽ അത് അവർക്ക് ഓക്കെ ഡയന റിയാക്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ഇവള് പറഞ്ഞിട്ട് എന്തായിരിക്കും ഇവളുടെ വായിന്ന് വീഴുന്നതെന്ന് കേട്ടിട്ട് അപ്പുറത്ത് പോയി എത്തിക്കാനുള്ളവര്. അത് ഈ രണ്ട് കൂട്ടത്തിലുള്ള ആൾക്കാരിലും ഉണ്ട്. അല്ലാതെ നമ്മുടെ ഓഡിയൻസ് നീറ്റെന്ന് വാദിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ VC വന്നേ. അപ്പൊ അല്ല ഇങ്ങനെ അല്ല, ഒരു ഞാൻ കാര്യത്തിൽ പറഞ്ഞ ഒരു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ചെയ്തപ്പോ കണ്ണൻ അതിനെ കളിയാക്കി. അപ്പൊ അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അതാണ് അണ്ണന്റെ അടുത്ത് പറഞ്ഞത്. കാരണം എടാ ഇപ്പൊ നീ ഒന്ന് ഒരാള് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എടാ നിനക്ക് നിനക്ക് വിഷമം വന്നതുപോലെ അവനും ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞത് അതാണ്. എന്നാ ഈ ഫാൽക്കണൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനൊക്കെ വന്ന് പറയുമ്പോ നമ്മുടെ ഞങ്ങൾക്ക് അത്രയ്ക്ക് നല്ല പാസ്റ്റ് അല്ല ഇവരായിട്ട്. മനസ്സിലായി? ഇപ്പൊ എന്നല്ല, ഡയനക്ക് എനിക്ക് നമ്മളുടെ അടുത്ത് നിങ്ങളുടെ നമുക്ക് തമ്മിലുള്ള ഒരാളോട് ഇഷ്യൂ എന്താന്നുള്ള എനിക്ക് എനിക്ക് ഞാൻ അറിഞ്ഞൂടാ. പറഞ്ഞേ അതേ പറയണേ ഫാൽക്കണോട് ഞങ്ങൾക്ക് ശത്രുത ഉണ്ടെന്ന് പറഞ്ഞ് ഡയനക്ക് ശത്രുത വരേണ്ട ആവശ്യമില്ല. ഇല്ല. മനസ്സിലായോ? അപ്പം ഈ പാസ് ഡയനയ്ക്ക് അറിയാത്തത് കൊണ്ട് ഇത് നമ്മുടെ അകത്ത് കൊണ്ടിടുമ്പോ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് വരുമ്പോ ഒന്നെങ്കിൽ ഡയനയ്ക്ക് ഞാൻ പറയാം, ഇത് കഴിഞ്ഞിട്ടുള്ള ക്രിറ്റിസിസം അല്ലെങ്കിൽ ഈ ഒരു ഹേറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഡയനയ്ക്ക് അത് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയണത് പോലെ അത് ഒഴിവാക്കി അണ്ണ വിടാന്നുള്ളൊരു ഇന്ന് ഞാൻ കാര്യം സ്കിപ്പ് നോക്കണം ഡയന. ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്റെ റീൽസ് ആൻഡ് റൂൾസിൽ ഇത് അല്ല മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് ഞാൻ മൊത്തം സ്കിപ്പ് മനസ്സിലായി. അല്ലല്ല ഞാൻ ചെയ്തേക്കുമായിരുന്നു. പറയണത് ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയണത്. ഇത് കഴിഞ്ഞ ദിവസം ഇതിങ്ങനെ ട്രിഗർ ആയതുകൊണ്ടല്ലേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഡയനയ്ക്ക് വന്നത്. അപ്പൊ അത് എനിക്ക് വെളിയിലോട്ട് ഇങ്ങനെ ഇട്ട് ഇതൊക്കെ ഡയന എന്നെ ഫോൺ വിളിച്ച് ഇന്നലെ പറഞ്ഞു കണ്ണാപ്പി ഇതുപോലെ ലൈവിൽ ഇരുന്ന് ചെയ്യുന്നത്. ഓൺ ദ മൊമെന്റിൽ തന്നെ ഞാൻ അവനെ വിളിച്ച് ഞാനത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച്. അതിന്റെ അപ്പുറത്തോട്ട് ഞാൻ അവന്റെ അടുത്ത് പറയാനും സമ്മതിപ്പിച്ചിട്ടില്ല. അല്ല, അഭിപ്രായം പറഞ്ഞ എനിക്ക് ഞാനത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഇതാക്കിയപ്പോ അവൻ എന്നെ കളിയാക്കി കരഞ്ഞ്. അപ്പൊ അതെനിക്ക് ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ അണ്ണന്റെ അടുത്ത് പറഞ്ഞത്, ഇമോഷൻ അറ്റ്ലീസ്റ്റ് വാല്യൂ എങ്കിലും കൊടുക്കാൻ പറയാന്ന്. അല്ലാതെ വേറെ ഒന്നുമില്ല, അവൻ പറഞ്ഞത് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ കരഞ്ഞപ്പോ അവൻ കളിയാക്കി, അവിടെ ഇരുന്ന് എന്നെ കളിയാക്കി കരഞ്ഞു. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഇമോഷൻ എങ്കിലും ഇച്ചിരി വാല്യൂ കൊടുക്കാൻ പറയുന്നു പറഞ്ഞത് അതുകൊണ്ട്. അല്ലെങ്കിൽ എന്നെ പോലെ അവനും അഭിപ്രായം പറയാനുള്ള ഇതുണ്ട്, അവനും പറഞ്ഞോട്ടെ, എനിക്കത് വിഷയമല്ല. പക്ഷെ ആ കരഞ്ഞപ്പോ അവനെ ഇമിറ്റേറ്റ് ചെയ്ത് കരഞ്ഞപ്പോ എനിക്കത് ഫീലായി. കാരണം ഞാൻ സിറ്റി വന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കണ്ണനെയാണ്. അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ കീരീനൊക്കെ പരിചയപ്പെടുന്നത്. അത് തന്നെയാണ് ഡയന ഞാനും പറയണേ. അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും നീ പരിചയപ്പെട്ട് നീ അത്രയും RP ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് എങ്ങനെയാണ് നിന്നെ ഇഷ്ടമല്ലാതാവുന്നതെന്ന് നീ ചിന്തിച്ചോ? അത് നീ ചെയ്ത ആക്ടിവിറ്റീസ്. ഹലോ. ആ അത് എനിക്കൊരു കോള് വന്ന ആ ഞാൻ അത്രയും നീ തന്നെ പറയുന്നത് ഈ പറയണത് പോലെ അത്രയും ഹലോ. ഹലോ കേക്കോ എനിക്ക് കേക്കാം കോള് കേക്കാം. വന്ന ഞാൻ മൊബൈൽ എന്റെ PC ഇല്ലാത്തതുകൊണ്ട് മൊബൈലിൽ നിന്ന്. ആ അപ്പോ അത്രയും ഇഷ്ടമായിരുന്ന കണ്ണാപ്പി വരെ ഇപ്പം നിന്റെ അടുത്ത് നീ ഇങ്ങനെ ചെയ്തപ്പം അത് അവന് നീ അത് അങ്ങനെ റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോ ഫാൽക്കന്റെ കേസും ബാക്കിയുള്ള ഈ MRCയുടെ ക്ലിപ്സും അങ്ങനെ കണ്ടപ്പം ഉള്ള വിഷമത്തിന്റെ പുറത്താണ് അവൻ അത് അങ്ങനെ വന്ന് എക്സ്പ്രസ് ചെയ്തത്. അവൻ നിന്റെ ഇമോഷൻസിന് വാല്യൂ തന്നില്ല എന്ന് പറയുന്ന കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ അന്നേരം തന്നെ നീ എന്നോട് വിളിച്ച് പറഞ്ഞപ്പോൾ നീ എന്നോട് പറഞ്ഞത് എന്റെ ഇമോഷൻസിന് അറ്റ്ലീസ്റ്റ് വാല്യൂ തരുന്നുണ്ടെങ്കിൽ ഈ പറയണത് പോലെ എന്താ ഞാന് അവനെ വിളിച്ചിട്ട് വിലക്കാതിരുന്നേനെ. നീ ഇത് പറഞ്ഞ കാര്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് ഞാൻ അവനെ അന്നേരം തന്നെ ഫോൺ വിളിച്ച് ഇതിവിടെ നിർത്തിക്കോ, ഇതിനി ഇവിടെ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടതാ. അണ്ണ ഈ അത് നീ അതിന്റെ ഫാൽക്കന്റെ അപ്പുറത്തോട്ട് കേസ് ക്യാരി പറയണ, ഞാൻ ആ ഫോർവേഡ്. വീഡിയോ കണ്ടിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടു പോയതേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ മുന്നേ എന്ത് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, OC ഡ്രാഗ് ആക്കിയ അതാ കാര്യമൊന്നും ഞാൻ എനിക്ക് പറഞ്ഞേ. അറിയത്തില്ല. ഇതായിരുന്നു റീസൺ എന്ന് ഞാൻ നിന്റെ അടുത്ത് പറയാൻ വേണ്ടിട്ടാ വന്നത്. നിനക്ക് അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതായിരുന്നു റീസൺ. അത് നീ അത്രയ്ക്കായിട്ട് എടുക്കണ്ട. ഇപ്പൊ ഈ ടോപ്പിക്ക് ഇത്രയും സെൻസിറ്റീവ് ആയിട്ട് രണ്ട് ഫാൻസും നല്ല ട്രിഗേർഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് ചാറ്റിൽ സംഭവിക്കുന്നത് സത്യം എന്ന് പറഞ്ഞ ഈ നീ വീഡിയോ ജസ്റ്റ് പുറത്ത് വന്നതിന് ശേഷമാണ് എന്റെ അടുത്ത ആൾക്കാർ പറയുന്നത് അവർ OC-യിൽ ഇങ്ങനെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ആൾക്കാർ പറയുമ്പോഴാണ് ആ OC-യിൽ ഈ ഇഷ്യൂ എന്ന് ഞാൻ അറിയുന്നത്.
അത് തന്നെ ഞാൻ പറയണേ. അത് തന്നെ ഞാൻ പറയണേ. അതുകൊണ്ടാണ് ഈ പറയണത് പോലെ ആൾക്കാർ ഇത്രയും ട്രിഗർ ആയെന്ന് നീയോടെ മനസ്സിലായി. ഇത് ഇനി ക്യാരി ഫോർവേഡ് ചെയ്ത് ഇതിന്റെ കാര്യം പറഞ്ഞ് വിഷമിച്ചോണ്ടിരിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇത് കാരണം കുറെ വെളിയിലുള്ള ബന്ധങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പോയി. ഇത് ഓൾറെഡി അറിയാം, എനിക്കറിയാം, നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കാരണങ്ങൾ കാരണം ഇതാക്കണ്ട. ഇപ്പൊ അവന്റെ സൈഡിൽ വന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവൻ അത് ചെയ്യാത്ത തെറ്റ് അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ടിവിയുടെ സൈഡിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ വന്ന കാര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ഡയനയുടെ അടുത്ത് വന്നത്. ഇത് ഇനി വലുതായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട. ഇത് ചാറ്റിൽ ഇനിയിപ്പോ കുറെ പേര് ഇതിനിടയ്ക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞ് ട്രിഗർ ആക്കും. ഇഗ്നോർ ചെയ്യുക. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഡയനയുടെ ഒക്കെ കൂടെ VC-യിൽ ഇരിക്കാൻ എത്ര പേരുണ്ട്. അവരൊക്കെ ചാറ്റ് നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. അവരെ മോഡറേറ്റേഴ്സ് ആക്കിയിട്ട് അവരുടെ അടുത്ത് ഹൈഡ് ചെയ്ത് വിട്ട് ഇഗ്നോർ ചെയ്ത് മുമ്പോട്ട് പോയാൽ പോരെ. അതാണ് ഏറ്റവും നല്ലത്. ഇത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഡയന ഇത്ര ഈ ഒരു ഏറ്റവും ഈ സാധനം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഡയനക്ക് ഇല്ലെങ്കിൽ ഇത് ഇഗ്നോർ ചെയ്തിട്ട് പുതിയൊരു ഇതായിട്ടങ്ങ് മുന്നോട്ട് പോകണതല്ലേ ഏറ്റവും നല്ലത്. അത് അങ്ങനെ അങ്ങ് പോയാൽ മതി. അതിൽ ഇത് സംസാരിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും ഇത് സംസാരിച്ച് ശോകമാവും. അതുകൊണ്ട് ഞാൻ പറയണത്, ഇതിപ്പോ ഡയന ഇങ്ങനെ സംസാരിക്കുമ്പം ഡയനെ ട്രിഗർ ആക്കാൻ വേണ്ടി കുറെ പേര് വരും. ഞാനിപ്പോ വീസിരിക്കുമ്പോൾ എനിക്കറിയാം ചാറ്റ് ഞാൻ ഓൾറെഡി കാണുന്നുണ്ട്. അപ്പൊ എനിക്കറിയാം ചാറ്റ് ഇത് എങ്ങനെ പോകും, എങ്ങനെ എടുക്കുമെന്നൊക്കെ. അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഡയനെ അങ്ങനെ പേഴ്സണലി ഇന്റൻഷനലി ഹെയ്റ്റ് തരേണ്ട ആവശ്യം നമുക്കില്ല. ഞങ്ങൾ ആ സെൻസിൽ എടുത്തിട്ടുള്ളൂ. ഞാനിത് ലൈവിൽ റിയാക്ട് ചെയ്തിട്ടുമില്ല. ഇന്ന് സ്നൈപ്പിന്റെ ലൈവില് ഡയനയുടെ കാര്യം ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ട് ഡയന ആ വീഡിയോ എടുത്ത് റിയാക്ട് ഇല്ല, ചെയ്യുന്നു അവിടെ എന്ന് കണ്ണം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിട്ട് ഞാൻ വേസ്റ്റ്. 2 തവണ എടുത്ത് റിയാക്ട് ചെയ്തു. അണ്ണാ ഇതിൽ വന്ന വീഡിയോസ് തന്നെ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ DC-യിൽ ഇരിക്കുന്ന പിള്ളേരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം. ഓരോ വീഡിയോസും കണ്ട വീഡിയോസ് ആണെങ്കിൽ ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇന്ന് കണ്ണം പറഞ്ഞു ഞാൻ ഒരേ വീഡിയോ 2 തവണ കണ്ടു. ആ രണ്ടാമത്തെ വീഡിയോ ഞാൻ ക്ലോസ് ചെയ്തോ ഇല്ലയോ എന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അതൊന്ന് ശരിക്കും കാണാൻ ഇല്ല, പറ അവൻ്റെ അടുത്ത്. ഞാൻ അത് ഞാനൊരു ക്ലോസ് കാര്യം ചെയ്തായിരുന്നു. പറയട്ടെ. ഇനി അവന്മാരത് സംസാരിക്കൂല. ഞാനത് കട്ട് ഓഫ് ചെയ്യിപ്പിച്ചു അവന്മാരെ. ഇനി ഇത് വീണ്ടും വീണ്ടും ലൈക്ക് ഇത് സംസാരിക്കണം. ഒന്നെങ്കിൽ കണ്ണാപ്പി എടുത്ത് ഓഫ്ലൈനിൽ ഡയനോ ടൈം കിട്ടുമ്പോൾ ഒന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ പറയുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഇതിനി ലൈവിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ ലൂപ്പായി പൊക്കോണ്ടിരിക്കും. പിന്നെയും അതാണ് പിന്നെയും എന്നാ ഇതാക്കാം. എനിക്കും പറയാം. ഇത് എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും പിന്നെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറ്റുന്ന. ഞാൻ ഇന്ന് എന്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഒരുപാട് വീഡിയോസ് കണ്ട വീഡിയോസ് തന്നെയാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എടുത്ത് ക്ലോസ് ചെയ്യും, പ്ലേ ചെയ്യും, ക്ലോസ് ചെയ്യും. ഞാൻ അങ്ങനെയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അത്രയും. മനസ്സിലായി. എന്തായാലും അപ്പൊ ഡയലോഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഇനി അപ്പുറത്തോട്ട് ഇതിന്റെ കാര്യം ടിവിയിൽ ഒരുത്തന്നെ ഇരുന്ന് സംസാരിക്കത്തില്ല. അത് സംസാരിച്ച് ഇതാക്കത്തില്ല. ഒക്കെ ഡയനയുടെ ഇഷ്ടമാണ്. ലൈക്ക് എങ്ങനെ ലൈവ് ചെയ്യണം, എങ്ങനെ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ഒരുത്തൻ പറഞ്ഞാലും നീ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാനിത് തിരിച്ചു പറയുള്ളൂ. എന്റെ സൗകര്യം എന്റെ ഇഷ്ടമാണെന്ന് ഞാൻ പറയത്തുള്ളൂ മുഖത്ത് നോക്കി. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അത് ഡയനയുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിന് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. ഞങ്ങൾക്ക് അതിലൊരു ഞങ്ങളുടെ ഇവിടെ സൈഡ് കണ്ണാപ്പി അവനൊന്നും ഇനി ഇരുന്ന് ഇത് ഡിസ്കസ് ചെയ്തില്ല. ഈ മാറ്റർ വിട്ട് ഞങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ഇഷ്യൂസ് നമ്മൾ അതിനകത്ത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതങ്ങനെ വിട്ടേരെ. ഡയനയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാർ രണ്ട് കൂട്ടത്തിലും ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അതങ്ങനെ തന്നെ പോട്ടെ. ആണ്, പക്ഷെ അന്നും ഇന്നും ഞാൻ കണ്ട പോലെ തന്നെയാണ്. പിന്നെ DC റിയാക്ഷൻ എന്നാകുമ്പോൾ എല്ലാ വീഡിയോസും വരും. ഞാൻ എല്ലാവരും KVയുടെ ആയാലും TVയുടെ ആയാലും MRCയുടെ ആയാലും TGയുടെ ആയാലും എല്ലാ വീഡിയോസും എൻ്റെ ഇതിൽ വരാറുണ്ട്. എന്നിട്ട് ഇവർ തന്നെ വന്ന് പറയും റിയാക്ട് ചെയ്യുക, ആ വീഡിയോ പുതിയത് വന്നു, ഈ വീഡിയോ പുതിയത് വന്നു, അത് പുതിയത് വന്നു, ഇത് പുതിയത് വന്നു എന്നിട്ട് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നം. ഇവർ തന്നെയാണ് പറയുന്നത് റിയാക്ട് ചെയ്യാൻ, പക്ഷെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നം. കുഴപ്പമില്ല. അത് വിട്. ഇനിയിപ്പോ നമ്മൾ പറയില്ലേ, ഇതിപ്പോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന നമ്മളിപ്പോ ലൂപ്പായി പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഡയനയുടെ RPയും ബാക്കി റിയാക്ഷൻസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. ബാക്കി ഇത് ഇങ്ങനെ ചർച്ച ചെയ്യണ്ട. നമുക്ക് കണ്ണാപ്പി എടുത്ത് എന്തായാലും സംസാരിച്ചോളാം. ഓക്കെ, ശരി. ശരി.